നിലമ്പൂരിൽ UDF വൻ വിജയം നേടുമെന്നും മുന്നണി സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. PV അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ CPM-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലമെന്നും സണ്ണി ജോസഫ് ഇരിട്ടിയിലെ വസതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരാവുന്നുള്ള മുൻവിധിയോടെയല്ല, വളരെ തുറന്ന മനസ്സിൽ ചർച്ചകൾ ആരംഭിച്ചു. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത്. അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും. അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും CPM-നോ ഗവൺമെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അഴിമതിക്കാരെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത്. മറ്റൊന്ന് അവിടുത്തെ ജനകീയ ജീവൽ പ്രശ്നമാണ്. വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട്. നിലമ്പൂരിന്റെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകളോടെ മരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന് പരിഹാരമുണ്ടോ? അപ്പൊ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് CPM-നോ ഗവൺമെന്റിനോ മറുപടിയില്ല. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം ജനപക്ഷത്ത് നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു. ദേശീയപാത വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയാകും. ദേശീയപാത പലയിടങ്ങളിലാണ് തകർന്നത്. ഇതിൽ വലിയ അഴിമതിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തകർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.